ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സുഭാഷിതങ്ങൾ 8:21, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാകാരങ്ങൾ നിറയ്ക്കുന്നു. ഞാനാകട്ടെ എൻ്റെ ഭണ്ഡാകാരം നിറയാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അഭിനയിക്കുന്നു. ഇതാ എൻ്റെ പാപവീഴ്ചയതാ. നിന്റെ പാപവീഴ്ചയും അത് തന്നെ ആകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഭണ്ഡാകാരങ്ങൾ തുറന്നു വെച്ചിട്ട് ഞാൻ അലമുറയിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നില്ലേ? എൻ്റെ ഭണ്ഡാകാരം നിറച്ചാട്ടെ. എൻ്റെ ഭണ്ഡാകാരം നിറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവസ്നേഹത്തിൻ്റെ കപടമുഖം. താരം കുറ്റപ്പെടുത്താൻ പറയല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ഭണ്ഡാകാരം തുറന്നു വെച്ചിട്ട് ദൈവത്തിൻ്റെ കനിവും കരുണയും ചോദിക്കാതെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ഭണ്ഡാകാരം നിറഞ്ഞില്ലെങ്കിലും എന്ന് ചങ്കിൻ്റെ ഊറ്റം കൊള്ളുന്ന ആത്മാർത്ഥതയോടെ പറഞ്ഞിട്ട് പെടഞ്ഞു മരിച്ചാലും അതൊരു ഭാഗ്യമല്ലേ? ആ ഒരു ഭാഗ്യമാണ് നമുക്കെല്ലാം നഷ്ടമായിരിക്കുന്നത്. നമുക്ക് ഭണ്ഡാകാരങ്ങൾ അടച്ചു വയ്ക്കാം, മാറ്റിവെക്കാം. കർത്താവെ, എനിക്കാവുന്നത് പോലെ, എൻ്റെ അപ്പനോളോ എൻ്റെ അമ്മയോളം പോലും ഒരു പക്ഷെ നിന്നെ സ്നേഹിക്കാൻ എനിക്കാവുന്നില്ല, പക്ഷേ ഐ ഡു ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവെ, എല്ലാത്തിനും മേലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ദൈവസ്നേഹ അനുഭവം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഭണ്ഡാകാരങ്ങൾ താനേ നിറയും, താനേ കവിയും, താനേ ഉയരും, താനേ പ്രഫുല്ലമാകും, സമൃദ്ധി കൊണ്ട് താനേ മൂടപ്പെടും. ആമേൻ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കി ഭണ്ഡാകാരങ്ങൾ നിറച്ചു. ഓ ആമേൻ.